ഹലോ, അപ്പോൾ ഇന്ന് എൻ്റെ കോവർക്കേഴ്സിൻ്റെ കൂടെ ഒരു നൈറ്റ് വാക്കിന് പോയതാണ് ഞാൻ കാണിക്കുന്നത്. ആക്ച്വലി വീഡിയോസ് അത്ര അടിപൊളിയൊന്നുമല്ല, കാരണം നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അവരെപ്പറ്റി പറയാമെന്നാണ് വിചാരിക്കുന്നത്. 7 മാസത്തോളം ഞാനിവിടെ വന്നെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ജോബാണ്. ഫസ്റ്റ് ജോബ് എന്ന് പറഞ്ഞാൽ 1-2 സ്ഥലത്ത് ഞാൻ ട്രയലിന് പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ 7 മാസം ഞാൻ അനുഭവിച്ചൊരു വേദനയുണ്ട്. കാരണം നമുക്ക് ജോലിയില്ല, വീട് വിട്ട് മാറി നിൽക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴൊക്കെ ഞാൻ പലപ്പോഴും റൂമിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചിന്തിക്കുക, എനിക്ക് മാത്രം എന്താ ജോലി കിട്ടാത്തതെന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ച് കരഞ്ഞ് പണ്ടാരടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഐ എം സോ ഹാപ്പി ദാറ്റ് എനിക്ക് നല്ല കോവർക്കേഴ്സിനെയും നല്ലൊരു ജോലിയും തന്നതിൽ, ഇത്രയും കാത്തിരുന്നെങ്കിലും ഇത്രയും നല്ല ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റിയല്ലോ എന്ന് ഓർത്ത് ഞാനിപ്പം ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ഞാൻ ആ കാര്യത്തിൽ. ഞാൻ പാർട്ട് ടൈമറായിട്ടാണ് കയറിയിരിക്കുന്നത്. ബോഡി ഷോപ്പ് എന്നാണ് കടയുടെ പേര്. നമ്മുടെ ഈ ബോഡി കെയർ, സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു കട. നമ്മുടെ മാൾട്ടിൽ തന്നെ അതിന് കുറേ ബ്രാഞ്ചസ് ഉണ്ട്. നമ്മുടെ ബ്രാഞ്ചസിലുള്ള ആൾക്കാരുണ്ടായിരുന്നു, ഓഫീസിലുള്ള ആൾക്കാരുണ്ടായിരുന്നു, വെയർ ഹൗസിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു. പോയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു വലിയ നഷ്ടമായി പോയേനെ. കാരണം ഞാൻ ആദ്യം എന്നെ വിളിച്ച സമയത്ത് ഞാനൊന്ന് മടിച്ചു. കാരണം എനിക്കറിയാത്ത ആൾക്കാരുടെ കൂടെ ഞാൻ എങ്ങനെ മിങ്കിൾ ചെയ്യും, അവർ എന്നെ വേർതിരിച്ച് കാണുമോ എന്നൊക്കെയുള്ള പ്രശ്നം. കാരണം ഞാൻ മാത്രമാണ് ഒരു ഇന്ത്യൻ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഒരു ചെറിയ പ്രശ്നം എടുത്തത് ഒരു മാൾട്ടീസ് സംസാരിക്കും ചില സമയത്ത്. അപ്പം ഞാനിങ്ങനെ ഒന്നും മനസ്സിലാവാൻ നിൽക്കും. ബട്ട് സ്റ്റിൽ അവരെനിക്ക് വേണ്ടി മാക്സിമം ഇംഗ്ലീഷിൽ തന്നെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ നൈറ്റ് വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുമ്മാ ഒന്ന് എല്ലാവരുമായിട്ട് കമ്പനി ആവാനും മിങ്കിളാവാനൊക്കെയാണ്. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നടന്നതിൻ്റെ ഒരു കാൽവേദന മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ ഞാൻ മാനസികമായിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് ഗൈസ്. ഇതാണ് എൻ്റെ മാനേജർ കെൽസി. കെൽസി എൻ്റെ കൈ വിട്ടിട്ടേ ഇല്ല. എൻ്റെ കൂടെ എനിക്കൊട്ടും ബോറടിക്കാതിരിക്കാൻ എൻ്റെ കൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.